ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡയറീസ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഐ ആം ഓൺ ബേക്കൽ ഫോർട്ട്. സോ വി റീച്ച് അറ്റ് കാസർഗോഡ് yesterday. Now we are in ബേക്കൽ ഫോർട്ട്. സോ അപ്പോൾ ഏകദേശം 16 കിലോമീറ്റേഴ്സൊക്കെ നടക്കാനുണ്ട് എന്നറിഞ്ഞ നിമിഷം തൊട്ട് ഞങ്ങൾക്ക് ദാഹം കൂടി. കാരണം നല്ല വെയിലായിരുന്നു. നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലും നല്ല കാറ്റുമായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ അവിടെ ഫുൾ ഫോർട്ട്സ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. അങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ഷോപ്പ്, എന്താ പറയുക, ഉപ്പിലിട്ടത്, സോഡ, മോരുവെള്ളം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് സോഡ, എന്ത് സോഡയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്കെന്തായാലും മധുരം ഇട്ടിട്ടുള്ള സോഡ, എനിക്ക് മധുരം ഉപ്പ് കൂടി ഉള്ളതായിരുന്നു. മറ്റവർക്ക് ഉണ്ടാക്കും എന്താ പറയുക, മധുരം മാത്രമുള്ളതായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കുടിച്ചിട്ടൊരു ടേസ്റ്റും ഇല്ല. ഇനി ഞാൻ ഒറ്റ വിലയ്ക്ക് എങ്ങനെയോ കുടിച്ചെടുത്തു, ബാക്കിയവരെ കൊണ്ട് കുടിപ്പിച്ച്. അതിനുശേഷം ഇവരെ കൊണ്ട് കുടിപ്പിച്ചെന്നാൽ ഞാൻ തന്നെ കുടിച്ച് തീർത്തുണ്ട്. ഓരോരുത്തൊന്നും വാങ്ങിച്ച് കുടിച്ച്, കാരണം കയ്പ്പ് മാത്രമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആ കാറിൽ വാങ്ങിച്ചു വെച്ച ആ കുട പുറത്തെടുത്തത്. കാരണം അത്രയും നല്ല വെയിലായിരുന്നു. ആ കുട ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്ന് പോയി. കരി വാളിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലേക്ക്. അത്രയും ചൂടാണ് അവിടെ എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ നട്ടു വെച്ച സമയത്ത് വന്നുകൊണ്ടാട്ടോ ഞങ്ങൾക്ക് ഇത്രയും ചൂട് അനുഭവപ്പെട്ടത്. നമ്മളൊരു ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയൊക്കെ നമുക്ക് സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം അറിയാൻ മതിയാവില്ല, ഇതൊരു ബീച്ച് സൈഡാണല്ലോ വരിക ഉറപ്പായിട്ടും, ഫോർട്ടല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ ഫോർട്ട് മീൻസ് എനിക്കിതിങ്ങനെ അങ്ങനെ വിവരിച്ച് പറയാൻ അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങളുടെ മുകളിൽ നമ്മൾ വ്യൂ കാണാൻ കയറിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് സൈഡിൽ ഏത് ഫോർട്ടിൽ കയറി കഴിയാലും നമുക്ക് ബീച്ചിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ ഓരോന്ന് ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. അത് കിണറാണ് തോന്നുന്നുണ്ട്, അത്രയും ആഴമുണ്ട് തോന്നുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിണറായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഇമാജിൻ ചെയ്തൊക്കെ എടുക്കുകയായിരുന്നു. കാരണം ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോന്ന് ഇമാജിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഞങ്ങളവിടെ ഫുള്ളും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം നടന്ന് മതിയായിപ്പോയി. ഞങ്ങളാണ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചില്ല, പിന്നെ കയറാനുള്ള അതുമില്ലായിരുന്നു. അത്രയും ചൂടായതുകൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബീച്ച് സൈഡാണ്, അത് നമുക്ക് അങ്ങനെ കാണാം. എന്നിട്ട് ഞാനും അച്ഛനും ഞങ്ങൾ ഈ ഒരു കുന്നു പോലത്തെ ഒരു സംഭവമാണല്ലോ ഈ ഫോർട്ടിനൊക്കെ വരിക. അതുകൊണ്ട് ഞാനും അച്ഛനും ഓടി കിതച്ച് ഓടിയിട്ട് ഞങ്ങൾ ഒറ്റ ഓട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ബീച്ച്. ഇതുകൊണ്ട് അവിടെ ബീച്ചാണ്. ഇത് കയറിയതിന് അടിപൊളി, കയറിയതിന് നഷ്ടമില്ല. അയ്യോ, അത്ര ദൂരം പോകുന്നു. അതുകൊണ്ട് അവിടെ അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ ഉള്ളൂ. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ജുമാ മസ്ജിദ് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഫോണിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിരുന്നു അത്. പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്ന ടൈമിലാണ് നമ്മൾ പാടുപെട്ടത്. കാരണം ആ കുട ഓപ്പോസിറ്റായിട്ട് മടങ്ങി പോവുകയായിരുന്നു. ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, അത്രയും കാറ്റായിരുന്നു. പക്ഷേ ചൂട് എന്ന് പറഞ്ഞാൽ കൊട്ട വെയിലും, ബീച്ച് സൈഡല്ലേ, അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോന്നു. പിന്നെ ഞങ്ങൾക്ക് ഒട്ടും വയ്യാണ്ടായി, ഫുള്ള് കറുത്ത് കരിവാളിച്ച് പോയി, അത്രയും ചൂടായിരുന്നു. പിന്നെ കയറി ഞങ്ങൾ വേഗം എന്ത് ചെയ്തൊന്ന് ഫുഡ് സ്പോട്ട് കണ്ടെത്തണം, ആ ഒരൊറ്റ മൈൻഡായിരുന്നു. കാരണം ഏകദേശം 3 മണി 4 മണിക്കാണ് ഞങ്ങൾ
ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. അങ്ങനെ ഒരു സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ഇവിടെ അടുത്തുള്ള ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ ഏത് സ്ഥലം എന്നൊക്കെ കമൻറ്റ് ഇടുക. അതാ ഇതുപോലത്തെ ഒരു റോഡ് സൈഡിലാണ് ഈ ഒരു പീഡിയ വന്നിട്ട്. ആൻഡ് ഞാനും അമ്മയും കുറച്ച് ഫുഡ്സൊക്കെ എടുത്തു. അവിടുന്ന് നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമ്മൻ്റെ മുഖം അങ്ങനെ. ഞാനിങ്ങനെ പറയായിരുന്നു, അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ലിപ്പിൽ ഒരു ഇൻഫെക്ഷൻ വന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു ഒന്ന് അയച്ചു കൊടുക്കുന്നൊക്കെ. അങ്ങനെ നമ്മളവിടുന്ന് കൈയ്യേക്ക് എന്തായാലും മന്തി, ഒരൊറ്റ മൈൻഡിൽ നമുക്ക് മന്തിയുള്ളൂ, വേറൊന്നും വേണ്ട, മന്തി മാത്രം. അങ്ങനെ ഞങ്ങളൊരു സീറ്റിൽ വന്നിരുന്നു, എല്ലാവരും ഇരുന്ന് മന്തിക്ക് വേണ്ടി കാത്തിരുന്നു. കാരണം ഞങ്ങൾക്ക് വെള്ളം കുടിച്ചിത്ര വിശപ്പൊന്നുമില്ലെങ്കിലും മന്തിയല്ലേ തട്ടിവിടാന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ നമ്മളൊരു മന്തി എന്ത് മന്തിയാണ്, അൽഫാം മന്തിയാണ് തോന്നുന്നുണ്ട്. അൽഫാം മന്തി, ഈ മന്തി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അൽഫാം മന്തിയാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കിയില്ല, അങ്ങോട്ട് കഴിച്ച്. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചായിരുന്നു. ലഞ്ചെന്ന് പറയുന്നത് ഈവനിങ്ങിലാണ്ട് ലഞ്ചൊക്കെ കഴിച്ചാൽ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ അതങ്ങോട്ട് തട്ടി വിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. അടിപൊളി മോനെ, സീന സാധനം. എന്തായാലും മന്തി കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഷടപടാന്നെടുത്ത് കഴിച്ച് തീർത്ത്. ഞാൻ ഒരു 7up വാങ്ങിച്ച് കുടിച്ച് നേരെ രാത്രിയായി. നമ്മൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും രാത്രിയായി. അങ്ങനെ രാത്രി ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഞങ്ങൾ അത്രയും ടയേർഡാണല്ലോ, അപ്പോൾ എന്തായാലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ എത്തി കൈയൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുഡ് വന്നൊരു വേവലാതിക്ക് തിന്ന് തീർത്തതിനുള്ള വീഡിയോ കാണിച്ചിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വളച്ച് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. കാരണം ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു സ്പോട്ട് മനസ്സിലാവുന്നവർ താഴെ കമൻറ്റ് ഇടുന്നവരെ ഞാൻ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വെക്കാം കേട്ടോ. കമൻറ്റ് ശരിയാണ്, ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ആൾ, ഈ സ്പോട്ട് എവിടെയാണെന്നുള്ളത് ഫസ്റ്റ് കറക്റ്റായിട്ട് പറയുന്ന ആളെ ഞാൻ ഇന്ന് ഈ ഒരു വീടിൻ്റെ ഇടയിൽ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ദെൻ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. സോ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഏകദേശം ടൈം കറക്റ്റ് 10:30 ആയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ടയേർഡാണ്, കാരണം ഒരു ഒറ്റ സ്ട്രെച്ചിൽ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാനിപ്പോൾ മേലേക്ക് വന്ന് ഇനി ഒന്ന് മുടിയിട്ട് കിടന്നുറങ്ങാം. സോ അപ്പോൾ ഈ ഒരു കൊട്ടി വീഡിയോ ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അവിടെ കൂടെ പോയതാണ്. ആൻഡ് ഇപ്രാവശ്യം കിട്ടില്ല, അതായത് നമ്മൾ അടുത്ത പ്രാവശ്യം പോകുന്നുണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് മുതലുള്ള വ്ളോഗ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഒരു ലിബാമൊക്കെ ഇട്ടിട്ടൊന്ന് കിടന്നുറങ്ങണം. സോ അപ്പോൾ നാളെ ഇനി വേറെ വീഡിയോ വെച്ച് കാണാം. സോ ടാറ്റാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മുടിയൊക്കെ കെട്ടി മുടി പിരിച്ചിടാണല്ലോ, അങ്ങനെ പിരിച്ചിട്ട് ലിബാമും ഇട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. സോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. സോ ടാറ്റ, ബൈ ബൈ, സീ യു.